ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ ഹോം ട്യൂഷൻ. എന്തൊക്കെയാ എന്റെ മക്കളെ വിശേഷങ്ങള്? സുഖായിരിക്കുന്നോ എല്ലാവരും? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്താണ് നോക്കുന്നത്? 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ ഏതാ ഭാഗം നോക്കുന്നത്? ജിയോഗ്രഫിയിലെ ഏത് ചാപ്റ്റർ നമ്മൾ നോക്കുന്നത്? മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സസ് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലേ? അപ്പൊ എന്റെ മക്കൾക്ക് മിനറൽസ് എന്താണെന്ന് അറിയാവോ? എന്താണ് മിനറൽസ് എന്ന് പറയുമ്പോൾ? മിനറൽസ് എന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് ആണ്, അല്ലെ? അപ്പൊ മിനറൽസ് എന്ന് പറയുമ്പോൾ ഹോമോജീനിയസ് ആയിട്ടുള്ള നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള സബ്സ്റ്റാൻസസ് ആണ്, അല്ലെ? ഇവിടെ നമുക്ക് ഡെഫിനിഷൻ കാണാം. മിനറൽസ് ആർ നാച്ചുറലി ഒക്കറിംഗ് സബ്സ്റ്റാൻസസ് വിത്ത് എ ഡിഫൈനബിൾ ഇന്റേണൽ സ്ട്രക്ചർ. എന്താ ഡിഫൈനബിൾ ഇന്റേണൽ സ്ട്രക്ചർ ഉള്ള സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മിനറൽസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ ദേ ആർ ഫോംഡ് ത്രൂ ജിയോളജിക്കൽ പ്രോസസ്. ഒരുപാട് പ്രോസസ്സ് കൊണ്ട് നടക്കുന്ന സാധനങ്ങളാണ് എന്ത്? മിനറൽസ് എന്ന് പറയുന്നത്, അല്ലെ? വർഷങ്ങളോളം പഴക്കമുള്ള സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിനറൽസ് എന്ന് പറയുന്നത്. മിനറൽസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ റോക്സ്, സോയിൽസ്, വാട്ടറിലൊക്കെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മിനറൽസ് കിട്ടുന്നത്, അല്ലെ? ഇവിടെയും നമുക്കൊരു ഇത് കാണാം. എന്താണ് ഇത്? സെർവ് വാരിയസ് പർപ്പസസ്, അല്ലെ? ഒരുപാട് പർപ്പസസ് ഉണ്ടായിരിക്കും, ഇൻക്ലൂഡിങ് എന്താണ്? പ്രൊവൈഡിങ് ന്യൂട്രിയൻസ് ഫോർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് റോക്സ്, അല്ലെ? അപ്പൊ മിനറൽസ് എന്ന് പറയുമ്പോൾ ഒരു എസെൻഷ്യൽ ആണ്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എസെൻഷ്യൽ ആണ് എന്ത്? മിനറൽസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? എസെൻഷ്യൽ ഇൻ മാനുഫാക്ചറിങ് വാരിയസ് പ്രൊഡക്ട്സ് സച്ച് ആസ് ഇലക്ട്രോണിക്സ്, ജ്വല്ലറി ആൻഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? മിനറൽസ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കൊരു 2 മാർക്ക് ക്വസ്റ്റ്യന് വാട്ട് ഈസ് മിനറൽസ് എന്നെ മക്കളെടുത്ത് 2 മാർക്കിന്റെ ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് നല്ല ഈസി ആയിട്ട് എഴുതാൻ പറ്റും, അല്ലെ? മിനറൽസ് ആർ എന്താണ്? ടിപ്പിക്കലി എന്തൊക്കെയുണ്ട്? സോളിഡ് ഉണ്ട്, ഇൻഓർഗാനിക് ഉണ്ട്, ഹാവ് എ ക്രിസ്റ്റൽ സ്ട്രക്ചർ ആൻഡ് ഫോംഡ് ബൈ എന്താണ്? ജിയോളജിക്കൽ പ്രോസസ്. നാച്ചുറലി ഒരു നാച്ചുറൽ ഒക്കറൻസ് ആണ്, പക്ഷെ അതിനെന്താണ്? ഒരുപാട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, അല്ലെ? ഇനി നമുക്ക് എന്താണ് നോക്കുന്നത്? മോഡ് ഓഫ് ഒക്കറൻസ്. മിനറൽസ് എപ്പോഴും എവിടുന്നാണ് വരുന്നത്? മിനറൽസ് ആർ യൂഷ്വലി ഫൗണ്ട് ഇൻ ഓർ. ഓറിൽ നിന്ന് വരുന്നത് എന്താ? അയിരുകൾ. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഓറിന്ന്. എന്താണ് ഓർ എന്ന് വെച്ചാൽ? The term ore is എന്താണ്? To describe an accumulation of any mineral mixed with other elements-നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് നോക്കാം? വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോക്സ്. റോക്സിന്റെ ഡിഫറെന്റ് ടൈപ്സുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇഗ്നിയസ് റോക്സ് ഉണ്ട്, സെഡിമെന്ററി റോക്സ് ഉണ്ട്, അതുണ്ട്. അപ്പം അത് രണ്ടും എന്താണെന്ന് നോക്കണ്ടേ നമുക്ക്? ഇഗ്നിയസ് റോക്സും സെഡിമെന്ററി റോക്സും തമ്മിലുള്ള ഡിഫറൻസ് മേബി എന്റെ മക്കളെടുത്ത് ചോദിക്കാം. മക്കൾ എന്ത് പറയും? എന്താണ് ഇഗ്നിയസ് റോക്സ് എന്ന് പറഞ്ഞാൽ? റോക്സ് ആർ ഫോം ഫ്രം ദ കൂളിംഗ് ആൻഡ് സോളിഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ എയ്തർ മാഗ്മ ഓർ ലാവ. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇഗ്നിയസ് റോക്സ് എന്ത് പറയാൻ പറ്റും? എന്ത് പറയാൻ പറ്റും? റിലോയിറ്റ്. എന്താണ്? പിന്നെ സെഡിമെന്ററി റോക്സിന് എക്സാമ്പിൾ ആയിട്ട് എന്ത് പറയാൻ പറ്റും? ഷെയിൽ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞു? മിനറൽസ് എന്താന്ന് പറഞ്ഞു, അതുപോലെ മിനറൽസ് ഒക്യൂർ ചെയ്യുന്നത് ഓറിൽ നിന്നാണെന്ന് പറഞ്ഞു, അതുപോലെ 2 റോക്സുകൾ ഉണ്ട്. അതേതാണ്? ഇഗ്നിയസ് റോക്സും സെഡിമെന്ററി റോക്സും, അല്ലെ? ഇഗ്നിയസ് റോക്സിന്റെ എക്സാമ്പിൾ എന്താണ്? റിയോളൈറ്റും സെഡിമെന്ററി റോക്സിന് എക്സാമ്പിൾ എന്താണ്? ഷെയിലായിട്ടും നമ്മൾ പറഞ്ഞു. ഇനി നമ്മളാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മിനറൽസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്റെ മക്കൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു പോർഷൻ ആണ് എന്ത്? ടൈപ്സ് ഓഫ് മിനറൽസ്. അപ്പൊ ഈ ടൈപ്സ് ഓഫ് മിനറൽസ് എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ എന്ത് എഴുതണം? ഫസ്റ്റ് മിനറൽസ് എന്താന്ന് എഴുതണ്ടേ? അതിനുശേഷമാണ് മിനറൽസ്. ഈ ഒരു ചാർട്ട് എപ്പോഴും ഉണ്ടാവും. മിനറൽസിന് എന്താണ്? മെറ്റാലിക് മിനറൽസ് എന്നും നോൺ മെറ്റാലിക് മിനറൽസ് എന്നും എനർജി മിനറൽസ് എന്നും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? മെറ്റാലിക്, നോൺ മെറ്റാലിക്, എനർജി മിനറൽസ് എന്നാണ് എന്ത് ചെയ്തിട്ടുണ്ട്? മിനറൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെ? ഇനി മെറ്റാലിക് മിനറൽസിനെ വീണ്ടും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെ? ഫെറസ് മിനറൽസും നോൺ ഫെറസ് മിനറൽസും പ്രഷ്യസ് മിനറൽസും. എന്താണ് ഫെറസ് മിനറൽസിന് എക്സാമ്പിൾ? ഫെറസ് മിനറൽസ് എന്തായിരിക്കും? അയൺ കണ്ടെയ്ൻഡ് കൂടുതലുള്ള മിനറൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫെറസ് മിനറൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ കണ്ടെയ്നിങ് അയൺ കൂടുതലുള്ളതാണ്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റും? അയൺ ഓർ, മാംഗനീസ് ഓർ, ക്രോമൈറ്റ്, നിക്കല്, അതൊക്കെയാണ് എന്ത്? ഫെറസ് മിനറൽസിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ആണ് നമ്മൾ എന്ത് പറയാൻ പോകുന്നത്? നോൺ ഫെറസ് മിനറൽസ്. എന്തായിരിക്കും നോൺ ഫെറസ് മിനറൽസ് എന്ന് വെച്ചാല്?
എന്താണ് ഫെറസ് മിനറൽസ് നമ്മൾ പറഞ്ഞു അയൺ ഓർ കണ്ടന്റ് കൂടുതലുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഫെറസ് മിനറൽസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് അയൺ ഓർ ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ പറയുന്നത് മെറ്റാലിക് മിനറൽസിന്റെ സെക്കൻഡ് വൺ ആണ് എന്ത് നോൺ ഫെറസ് മിനറൽസ്. നോൺ ഫെറസ് മിനറൽസ് എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം കണ്ടെയ്നിങ് മെറ്റൽസ് അതർ ദാൻ അയൺ അല്ലെ അയൺ. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് എന്ത് പറയാൻ പറ്റും ഗോൾഡ്, സിൽവർ, കോപ്പർ, ലെഡ്, ബോക്സൈറ്റ്, അതുപോലെ മെഗ്നീഷ്യം ഒക്കെയാണ് എന്ത് പറയുന്നത് നോൺ അല്ലെങ്കിൽ മാംഗനീസും ആണ് എന്തിന് നോൺ ഫെറസ് മിനറൽസിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. പിന്നെ മെറ്റാലിക് മിനറൽസിലെ മൂന്നാമത് വരുന്ന ഒന്നാണ് പ്രഷ്യസ് മിനറൽസ്. എന്താണ് നമ്മൾ പ്രഷ്യസ് ആണെന്നൊക്കെ നമ്മൾ പറയില്ല, എന്താണ് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം ഒക്കെയാണ് എന്ത് പ്രഷ്യസ് മിനറൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ടൈപ്സ് ഓഫ് മിനറൽസിൽ മെറ്റാലിക് മിനറൽസ്, നോൺ മെറ്റാലിക് മിനറൽസ്, എനർജി മിനറൽസ്. മെറ്റാലിക് മിനറൽസിൽ നമ്മൾ എന്തായിട്ട് പറഞ്ഞു ഫെറസ്, നോൺ ഫെറസ്, അതുപോലെ പ്രഷ്യസ് മിനറൽസ്. ഫെറസ് മിനറൽസിന് എക്സാമ്പിൾ എന്താണ് അയൺ കണ്ടന്റ് കൂടുതലുള്ള മിനറൽസിനെയാണ് എന്ത് പറയുന്നത് ഫെറസ് മിനറൽസ് എന്ന് പറയുന്നത്. നോൺ ഫെറസ് അയൺ കണ്ടന്റ് ഉണ്ട്, പക്ഷെ എന്താ കണ്ടെയ്നിങ് മെറ്റൽസ് അതർ ദാൻ അയൺ. പിന്നെ എന്ത് പറഞ്ഞു പ്രഷ്യസ് ആണ്, ഗോൾഡ്, പ്ലാറ്റിനം ആക്കാണ് എന്ത് പ്രഷ്യസ് മിനറൽസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്ത് നോൺ മെറ്റാലിക് മിനറൽസ്. നോൺ മെറ്റാലിക് മിനറൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് ലൈംസ്റ്റോണ്, പൊട്ടാഷ്, മൈക്ക, ജിപ്സം, കോള്, പെട്രോളിയം ഒക്കെയാണ് എന്ത് നോൺ മെറ്റാലിക് മിനറൽസ്. ഓക്കെ, എന്റെ മക്കൾക്ക് മനസ്സിലായോ? പിന്നെ വരുന്ന മിനറൽസ് ആണ് എനർജി മിനറൽസ്. എനർജി മിനറൽസ് എന്താണ് നാച്ചുറൽ ഗ്യാസ്, കോള്, പെട്രോളിയം ഒക്കെയാണ് എന്ത് എനർജി മിനറൽസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അയൺ ഓർ എന്താന്ന് പറഞ്ഞു, അതുപോലെ മാംഗനീസ് ഓർ എന്താന്ന് പറഞ്ഞു. നോൺ ഫെറസ് മിനറൽസ് എന്ന് പറയുമ്പോൾ എന്താണ് നോൺ ഫെറസ് മിനറൽസ് ഡു നോട്ട് കണ്ടെയ്ൻ അയൺ. എന്താണ് അല്ലെ ദീസ് മിനറൽസ് ആർ ഇമ്പോർട്ടന്റ് ഫോർ വേരിയസ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അല്ലെ. എന്തൊക്കെയാ പറ്റും അലോയ്സിന്, ഇലക്ട്രോണിക്സ്, സ്പെഷ്യലൈസ്ഡ് ഇൻഡസ്ട്രീസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത് നോൺ ഫെറസ് മിനറൽസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് കോപ്പർ. കോപ്പർ എന്ന് പറയുമ്പോൾ എന്താണ് കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ എന്താണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മലബിലിറ്റി മേക്ക് എന്താണ് ഇൻഡിസ്പെൻസിബിൾ ഇൻ ഇലക്ട്രിക് വയറിങ്, പ്ലംബിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ത് കോപ്പർ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് നോൺ മെറ്റാലിക് മിനറൽസിൽ വരുന്ന ഒരു സാധനമാണ് നോൺ മെറ്റാലിക് മിനറൽസ് ആർ എന്താണ് ഡു നോട്ട് കണ്ടെയ്ൻ എന്തായിരിക്കും ആസ് ദെയർ പ്രൈമറി കോൺസ്റ്റിറ്റ്യൂവൻസ്. അതിൽ വരുന്നതാണ് എന്ത് മൈക്ക. മൈക്ക എന്തിനാണ് ഉപയോഗിക്കുന്നത് ഷീറ്റ് അല്ലെങ്കിൽ ലൈക്ക് സ്ട്രക്ചേഴ്സിന് വേണ്ടിയിട്ട്. ഹീറ്റ് റെസിസ്റ്റൻസി അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി ആണ്, ഫ്ലെക്സിബിലിറ്റി ആണ് എന്ത് മൈക്ക എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും ബോക്സൈറ്റ്. എന്താണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത് ബോക്സൈറ്റ് ദ പ്രൈമറി അലൂമിനിയം ഓർ ആണ്. ഒരു പ്രൈമറി അലൂമിനിയം ഓർ ആണ് എന്ത് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്ത് പറയാൻ പറ്റും അലൂമിനിയം എക്സ്ട്രാക്റ്റഡ് ഫ്രം ബോക്സൈറ്റ് എക്സ്റ്റെൻസീവ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓട്ടോമൊബൈൽ, എയർക്രാഫ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ബോക്സൈറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ കോപ്പർ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ബ്രാസ് ആൻഡ് ബ്രോൺസ് അതൊക്കെയാണ് മേജർ പ്രൊഡക്ട്സുകളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബോക്സൈറ്റും നമ്മൾ ഓൾറെഡി പറഞ്ഞു. മൈക്ക പറഞ്ഞു അല്ലെ. മൈക്ക എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഹസാർഡ്സ് ഓഫ് മൈനിങ്സ്. ഇപ്പൊ മിനറൽസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ മാംഗനീസ് ഓർ ആണ്, കോപ്പർ അല്ലെ. ടൈപ്സ് ഓഫ് മിനറൽസിൽ നമുക്കെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് മിനറൽസിൽ എന്തൊക്കെയാ പറയാൻ പറ്റും നമ്മൾ എന്ത് പറഞ്ഞു. ഇപ്പൊ ഫസ്റ്റ് എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത് മിനറൽസ് എന്താന്ന് പറഞ്ഞു, ടൈപ്സ് ഓഫ് മിനറൽസ് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് എന്താണ് ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് മിനറൽസ്. അതിനകത്ത് എന്തൊക്കെയാ പറയാൻ പറ്റും അയൺ ഓർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അയൺ ഓർ എന്താണെന്ന് അല്ലെ. അയൺ കണ്ടെയ്ൻസ് കൂടുതലുള്ള ആൾ. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ലൈംനൈറ്റ് ഒക്കെ നമുക്ക് പറയാം, മാംഗനൈറ്റ്, ഹെമറ്റൈറ്റ് ഒക്കെയാണ് എന്ത് അയൺ ഓറിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. പിന്നെ മാംഗനീസ് ഓർ എന്തിനാണ് ഉപയോഗിക്കുന്നത് മേക്കിംഗ് അയൺ ആൻഡ് സ്റ്റീൽ പ്രിപ്പയറിംഗ് അലോയ്സിനൊക്കെയാണ് എന്ത് ഉപയോഗിക്കുന്നത് മാംഗനീസ് ഓർ ഉപയോഗിക്കുന്നത്. പിന്നെ കോപ്പർ ഉപയോഗിക്കുന്നത് എന്തിനായിരിക്കും ഇലക്ട്രിക് വയറും അതുപോലെ അലോയ്ക്കും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ എന്താണ് ബോക്സൈറ്റ് അതുപോലെ കോപ്പർ 90% കോപ്പർ റിസർവ് ചെയ്ത് നിൽക്കുന്നത് എവിടെയാണ് മധ്യപ്രദേശ്, രാജസ്ഥാന്, ജാർഖണ്ഡ്, ഗുജറാത്ത് ഒക്കെയാണ്. എന്റെ മക്കൾ എന്താണ് മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് എപ്പോഴും ജിയോഗ്രഫി എന്നൊക്കെ വരാം. അപ്പൊ ഈ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. 90% കോപ്പർ നിൽക്കുന്ന സ്റ്റേറ്റ്സ് ഏതാന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആ മാപ്പിൽ അടയാളപ്പെടുത്തണം മധ്യപ്രദേശിനൊക്കെ. പിന്നെ മൈക്ക എപ്പോഴും എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത് മൈക്ക ഉപയോഗിക്കുന്നത് അല്ലേ.
അങ്ങനെയാണെങ്കിൽ മിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വിച്ച് ടൈപ്പ് ഓഫ് അയൺ ഓർ കണ്ടെയ്ൻസ് ദ ഹയസ്റ്റ് പെർസെന്റേജ് ഓഫ് അയൺ? എന്റെ മക്കൾക്ക് ഉത്തരം അറിയാവോ? അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് അതിന്റെ ആൻസർ പറയാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. വിച്ച് ടൈപ്പ് ഓഫ് അയൺ ഓർ കണ്ടെയ്ൻസ് ദ ഹയസ്റ്റ് പെർസെന്റേജ് ഓഫ് അയൺ? ഓക്കെ, ഇനി നമ്മൾ എന്താ പറയുന്നത്? കൺസർവേഷൻസ് ഓഫ് മിനറൽസ്, അതായത് നോൺ റിന്യൂവബിൾ ഉള്ളതിനെയാണ് എന്ത് പറയുന്നത്? ഷുഡ് ബി കൺസേർവ്ഡ്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? എനർജി റിസോഴ്സസ് അല്ലെ. എനർജി റിസോഴ്സസിന് എങ്ങനെ പറയാം? കൺവെൻഷണൽ എനർജി റിസോഴ്സസ് എന്നും നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസ് എന്നും കൊമേഴ്ഷ്യൽ സോഴ്സ് ഓഫ് എനർജി റിസോഴ്സസ് എന്നും പറയാം. കൺവെൻഷണൽ എനർജി റിസോഴ്സസ് എന്തായിരിക്കും? കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, അതൊക്കെയാണ്. ഇലക്ട്രിസിറ്റി ഒക്കെ വരുന്നതാണ് എന്ത്? കൺവെൻഷണൽ എനർജി റിസോഴ്സസ്. ഓക്കെ, നോൺ കൺവെൻഷണൽ എന്ത് വരാം? സോളാർ, വിൻഡ്, ജിയോ തെർമൽ, അറ്റോമിക് എനർജി, ബയോഗ്യാസ് ഒക്കെയാണ് എന്ത്? നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് പറഞ്ഞാണ് എന്ത്? കൊമേഴ്ഷ്യൽ സോഴ്സ് ഓഫ് എനർജി. എന്തായിരിക്കും കൊമേഴ്ഷ്യൽ സോഴ്സ് ഓഫ് എനർജി? കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി, അതുപോലെ ന്യൂക്ലിയർ എനർജി ഒക്കെയാണ് എന്ത്? കൊമേഴ്ഷ്യൽ സോഴ്സ് ഓഫ് എനർജി അല്ലെ. കോൾ എന്താണെന്നും പെട്രോളിയം എന്താണെന്നും നാച്ചുറൽ ഗ്യാസ്, ഇലക്ട്രിസിറ്റി എന്താണെന്ന് എന്റെ മക്കൾക്ക് അറിയാവോ? അതിന്റെ കുഞ്ഞ് എക്സ്പ്ലനേഷൻ മിസ് പറഞ്ഞു തരട്ടെ. എന്താണ് കോൾ? എന്തിനാണ് ഉപയോഗിക്കുന്നത്? കോൾ ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് പവർ ജനറേഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ? 67 ഓഫ് ദ കൺട്രീസ് റിക്വയർമെന്റ്സ് ഓഫ് പവർ ഈസ് ദ മെസ്റ്റ് ബൈ കോൾ. ഓക്കെ, അങ്ങനെ 4 ടൈപ്സ് കോൾ ആണ് നമുക്കുള്ളത്. ആന്ത്രാസൈറ്റ്, ബിറ്റുമിനസ്, ലിഗ്നൈറ്റ് ആൻഡ് പീറ്റ്. ഓക്കെ, എത്ര ടൈപ്സ് കോൾ ആണുള്ളത്? ആന്ത്രാസൈറ്റ്, ബിറ്റുമിനസ്, ലിഗ്നൈറ്റ് ആൻഡ് പീറ്റ്. പിന്നെ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എനർജി റിസോഴ്സസ് ആണ് എന്ത്? പെട്രോളിയം. ഓക്കെ, പെട്രോളിയം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണ്? മുംബൈ ആണ്. ഓക്കെ, പിന്നെ നാച്ചുറൽ ഗ്യാസ്. നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ എന്താ? എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ഗ്യാസിനെയാണ് എന്ത് പറയുന്നത്? നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് എവിടെയൊക്കെ ആയിരിക്കും? ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, അസം, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഒക്കെയാണ് നാച്ചുറൽ ഗ്യാസിനെ പറയുന്നത്. പിന്നെ എന്താണ്? നോൺ കൺവെൻഷണൽ എന്തൊക്കെയാ? സോളാർ എനർജി, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബയോഗ്യാസ്, അതൊക്കെ നമ്മൾ ഓൾറെഡി എന്താ? ബയോഗ്യാസിൽ എന്തൊക്കെയാ വരുന്നത്? ഷ്രബ്സ്, ഫാം വേസ്റ്റ്, അനിമൽ വേസ്റ്റ്, ഹ്യൂമൻ വേസ്റ്റ് ഒക്കെയാണ് എന്ത്? ബയോഗ്യാസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ് നമ്മുടെ ഈ ചാപ്റ്റർ അല്ലെ. മിനറൽസ് എന്താണെന്നും മിനറൽസിന്റെ ടൈപ്സ് പറഞ്ഞു നമ്മള്. മെറ്റാലിക്, നോൺ മെറ്റാലിക്, പിന്നെ എന്ത് പറഞ്ഞു? എനർജി, പിന്നെ അവന്റെ ഡിസ്ട്രിബ്യൂഷൻസ് പറഞ്ഞു അല്ലെ. ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ്, നമുക്ക് വേഗം മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ തമ്മിൽ തമ്മിൽ മാറിപ്പോകും. അതിന്റെ സ്റ്റേറ്റുകളോ ഒന്നും മാറിപ്പോരുത്. അപ്പൊ മിസ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? വിച്ച് ടൈപ്പ് ഓഫ് അയൺ ഓർ കണ്ടെയ്ൻ ദ ഹയസ്റ്റ് പെർസെന്റേജ് ഓഫ് അയൺ? ഏതാണ്? മാഗ്നൈറ്റ്. എന്തായിരിക്കും? 70% അയൺ കണ്ടന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്റെ മക്കൾക്ക് ഇന്ന് ക്ലാസ് എടുത്തത് ഒരു വിധമൊക്കെ മനസ്സിലായല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താ? അടുത്ത ക്ലാസ്സിൽ എന്തായിരിക്കും മിസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്താ? എല്ലാ മക്കളും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.